വളരെ പെട്ടെന്ന് ഒരു പോയം അപ്രിസിയേഷൻ എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ഏത് ടൈപ്പിലുള്ള പോയത്തിനും പറ്റും കേട്ടോ. നിങ്ങൾക്ക് കുറച്ചൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ആ ഒരു പോയത്തിന് വേണ്ടിയിട്ടുള്ള അപ്രിസിയേഷൻ തയ്യാറാക്കാം. ഇറ്റ് കണ്ടെയ്ൻസ് 4 പാരഗ്രാഫ്സ് ആണ്. 4 പാരഗ്രാഫ് ആണ് ഇതിലുള്ളത്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കാം. അപ്രിസിയേഷൻ ഓഫ് ദ പോയം എന്ന് പറഞ്ഞ് പോയത്തിൻ്റെ ടൈറ്റിൽ കൊടുക്കുക. പോയത്തിൻ്റെ പേരെഴുതുക. ഈസ് എ ഗ്രേറ്റ് പോയം. ഇറ്റ് ഈസ് റിട്ടൺ ബൈ. പോയറ്റിൻ്റെ പേരെഴുതുക. ദിസ് ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് പോയം. ദ പോയം ഈസ് എബൌട്ട്. എന്തിനെക്കുറിച്ചാണോ പോയം പറയുന്നത് അത് എഴുതുക. ദ പോയറ്റ് ഹാസ് റിട്ടൺ എ ലോട്ട് ഓഫ് സിമിലർ പോയംസ് ബട്ട് ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് കളക്ഷൻ ഓഫ് പോയംസ്. ഇനി സെക്കൻഡ് പാരഗ്രാഫ് എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താവുന്നതാണ് കേട്ടോ. ഇനി പോയത്തിൻ്റെ പേരെഴുതുക. ഹാസ് ലോട്ട് ഓഫ് ഇമേജസ് ഇൻ ഇറ്റ്. ദ പോയം ഹാസ് ലോട്ട് ഓഫ് ഇന്നർ മീനിങ്സ്. ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു അവർ ഹേർട്ട് ഈസിലി. എനിവൺ കൻ അണ്ടർസ്റ്റാൻഡ് ഈസിലി. ഇങ്ങനെ എഴുതുക. സെക്കൻഡ് പാരഗ്രാഫായിട്ട് ഇങ്ങനെ എഴുതുക. ഇനി നമുക്ക് തേർഡ് പാരഗ്രാഫിൽ എന്താണെന്ന് നോക്കാം. ദീസ് ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലൈൻസ് ഓഫ് ദ പോയം. ആ പോയത്തിലുള്ള ആ ഒരു പ്രത്യേകമായിട്ടുള്ള ലൈൻസ് ഉണ്ടാവുമല്ലോ അത് എഴുതുക. ദീസ് ലൈൻസ് കൺവേ എ ലോട്ട് ഓഫ് മീനിങ്സ്. എവറി റീഡർ വിൽ ലൈക്ക് ദീസ് ലൈൻസ്. ദ ടൈറ്റിൽ ആൻഡ് ദ പോയം ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഓൾ ദ ക്യാരക്ടേഴ്സ് ആൻഡ് നാച്ചുറൽ ഒബ്ജects ഇൻ ദ പോയം ക്രിയേറ്റ്സ് ഇറ്റ്സ് മൂഡ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് തന്നെ എഴുതുക. ദ പോയം ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്റ്റാൻസ. സ്റ്റാൻസ ആയിട്ടാണല്ലോ പോയം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എഴുതുക. എന്നിട്ട് പിന്നെ റൈമിംഗ് വേർഡ്സ് ഏതാണോ അത് എഴുതിയിട്ട് ദീസ് ആർ ദ റൈമിംഗ് വേർഡ്സ് ഓഫ് ദ പോയം. ദ എൻഡിങ് ഓഫ് ദ പോയം ഈസ് വെരി പെർഫെക്റ്റ്. ഇതാണ് തേർഡ് പാരഗ്രാഫിൽ ഒരുമിച്ച് എഴുതണം കേട്ടോ. തേർഡ് പാരഗ്രാഫിൽ എഴുതേണ്ടത്. ഇനി നമുക്ക് അപ്രിസിയേഷൻ്റെ ലാസ്റ്റ് പാരഗ്രാഫായ ഫോർത്ത് പാരഗ്രാഫ് എങ്ങനെ എഴുതേണ്ടത് നോക്കാം. പോയത്തിൻ്റെ അപ്രിസിയേഷൻ പെട്ടെന്ന് എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാൻസ ഒക്കെ പെട്ടെന്ന് കിട്ടുമല്ലോ. നമ്മൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എത്ര സ്റ്റാൻസ ഉണ്ടെന്ന്. വായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഫോർത്ത് പാരഗ്രാഫിൽ എഴുതേണ്ടത് കൺക്ലൂഷനാണ്. അപ്പോൾ ഐ കൺക്ലൂഡ് ദ റിവ്യൂ. ദ പോയം ഈസ് എ മസ്റ്റ് റീഡ് വൺ. ഇറ്റ് പ്രൊവൈഡ് അസ് ഇൻസൈറ്റ് ഇൻ ടു ദിസ് വേൾഡ്. പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സൈഡിൽ നിന്ന് കുറച്ചൊന്ന് സ്പേസ് ഇട്ടിട്ട് തുടങ്ങണം കേട്ടോ. അപ്രിസിയേഷൻ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.